വിശുദ്ധ ഖുർആനിൽ മറ്റിടത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂം വതഖല്ലുബക ഫിസ്സാജിദീൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. വതവക്കൽ അലൽ അസീസിർ റഹീം, എല്ലാവരെയും അതിജയിച്ചു നിൽക്കുന്ന, ആർക്കും തോൽപ്പിക്കാനാവാത്ത അൽ അസീസായ അള്ളാഹുവിൽ നീ തവക്കുലാക്ക്, ബരമേൽപ്പിക്കും. അർ റഹീം, അവൻ കരുണ ചൊരിയുന്നവനാണ്. അല്ലദി, എങ്ങനെയുള്ളവനാണ് അൽ അസീസും അർ റഹീമുമായ അള്ളാഹു? യറാക ഹീന തഖൂം, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളെ കാണുന്നവനാകുന്നു അവൻ. യറാക ഹീന തഖൂം, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളെ കാണുന്നവനാകുന്നു അല്ലാഹു. വതഖല്ലുബുക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവരുടെ ഇടയിൽ നിങ്ങളുടെ ചലനത്തെ കാണുന്നവനുമാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പോൾ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തുന്നത്, നമസ്കരിക്കുമ്പോൾ ആ നമസ്കാരം കാണുന്നവനാണ് അല്ലാഹു. സുജൂദ് ചെയ്യുന്നവർക്കിടയിൽ സുജൂദ് ചെയ്യുന്നവൻ്റെ ചലനം കാണുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. ഇത് നമസ്കാരക്കാർക്ക് സുവിശേഷമാണ്. നമസ്കരിക്കുവാൻ, പ്രത്യേകിച്ച് ഐച്ഛിക നമസ്കാരങ്ങളെ പെരുപ്പിക്കുവാൻ പ്രോത്സാഹനമാണ്. നോക്കൂ നിങ്ങൾ, അല്ലാഹു പറയുന്നത് അല്ലദീ യറാക ഹീന തഖൂം, നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളെ കാണുന്നവനാണ് അല്ലാഹു. വതഖല്ലുബുക ഫിസ്സാജിദീൻ, സുജൂദ് ചെയ്യുന്നവർക്കിടയിൽ നിങ്ങളുടെ ചലനം കാണുന്നവനാണ് അല്ലാഹു. നമ്മൾ രാവിൻ്റെ നിശബ്ദതയിൽ ലോകം ഉറങ്ങിക്കിടക്കുമ്പോൾ ഇരുളിൻ്റെ മറവിൽ 2 റക്അത്ത് നമസ്കരിക്കുവാൻ കൈകെട്ടിയാൽ നമ്മൾ ആരും കാണൂല. ലൈറ്റ് അണച്ച നമ്മുടെ റൂമിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മുടെ ഇണ പോലും ചിലപ്പോൾ ഉറങ്ങിക്കിടക്കായിരിക്കും. ലോകം നമ്മളെ കാണുന്നില്ല. നമ്മൾ ഇരുട്ടിൻ്റെ മറവിൽ കൈകെട്ടി നമസ്കരിക്കുമ്പോൾ നമ്മളെ കാണുന്നത് അല്ലാഹുവാണ്. അല്ലദീ യറാക ഹീന തഖൂം, അള്ളാഹുവിൻ്റെ ദൃഷ്ടിയിൽ നിന്ന്, കാഴ്ചയിൽ നിന്ന് നമ്മൾ ഒരിക്കലും മറയുന്നില്ല, നഷ്ടമാകണില്ല. അള്ളാഹു നമ്മളെ കാണുന്നു എന്നുള്ളതാണ് ഇവിടെ അള്ളാഹു പറയുന്നത്. അതേപോലെ സുജൂദിൽ നമ്മളുടെ അധരങ്ങൾ ചലിക്കുമ്പോൾ, മനസ്സ് പിടക്കുമ്പോൾ, കണ്ണുകൾ നിറയുമ്പോൾ, നമ്മളുടെ പ്രാർത്ഥനാമയമായ മനസ്സും അതേപോലെ നമ്മുടെ ചലനവും ഇത് കാണുന്നവനാകുന്നു അല്ലാഹു എന്നാണ് അള്ളാഹുവിനെ കുറിച്ച് ഇവിടെ അള്ളാഹു പറയുന്നത്. അപ്പോൾ അള്ളാഹു കാണുന്നു എന്ന് ഇവിടെ അള്ളാഹുവിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണർത്തുകയാണ്. നമ്മുടെ വിഷയം അള്ളാഹുവിൻ്റെ കാഴ്ചയാണ്. അതുമായി ബന്ധപ്പെട്ട അള്ളാഹു ഉണർത്തിയ വചനങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ഉമർ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് നിവേദനം ചെയ്യുന്ന ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ് ഇഹ്സാനിനെ കുറിച്ച്. എന്താ ഇഹ്സാൻ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹ് ഫഇൻ ലം തകുൻ തറാഹ് ഫഇന്നഹു യറാക്. ഇഹ്സാനോട് കൂടിയാണ് നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കേണ്ടത്. ഇഹ്സാൻ എന്താ? അള്ളാഹു കാണുന്നു എന്ന നിലക്ക് നമ്മൾ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കലാണ്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ലെങ്കിലും അള്ളാഹു നമ്മളെ കാണുന്നു. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത്. നമ്മൾ അള്ളാഹുവിനെ കാണുന്നില്ല, പക്ഷേ അള്ളാഹു നമ്മളെ കാണുന്നുണ്ട്. ആ ബോധത്തിൽ അള്ളാഹ്ക്ക് ഇബാദത്ത് എടുക്കാനാണ് നമ്മളോടുള്ള ആഹ്വാനം. അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നത് ഫഇന്നഹു യറാക്, അള്ളാഹു നിന്നെ കാണുന്നു. ആ കാഴ്ച ഉപരിപ്ലവമായ കാഴ്ചയല്ല, ശരീരത്തിൻ്റെ ബാഹ്യമായ പ്രകടനങ്ങൾ മാത്രമല്ല, പിന്നെയോ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ശരീരം കാണുന്നത് പോലെ നമ്മളുടെ മനസ്സും സൂക്ഷ്മമായി കാണുന്നവനാണ്. നമ്മളുടെ മനസ്സിൻ്റെ ചലനങ്ങൾ, അതേപോലെ തന്നെ നമ്മളുടെ ശരീരത്തിൻ്റെ അവസ്ഥകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സൂക്ഷ്മമായിട്ട് കാണുന്നവനാണ്.
അതുകൊണ്ട് തന്നെ ആ ബോധത്തിൽ നമസ്കരിക്കുവാൻ ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വഅലൈഹി വസല്ലമ തങ്ങൾ നമ്മളോട് പറയാം.